Hello everyone, welcome back to my channel Ncert Malayalam. Ncert class 8ലെ ഇംഗ്ലീഷ് സപ്ലിമെൻ്ററി റീഡറിലെ ചാപ്റ്റർ 7 ദി ഓപ്പൺ വിൻഡോൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ 2 സെക്ഷനായി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതൊരു മിസ്റ്ററി സ്റ്റോറിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സ് കാണാനുള്ളവരാണെങ്കിൽ പ്ലേലിസ്റ്റിൽ ഞാൻ എല്ലാ വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാവുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യേണ്ടതൊക്കെ എനിക്ക് അങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ചാപ്റ്റർ. സോ ചാപ്റ്റർ 7 സപ്ലിമെൻ്ററി റീഡർ ദി ഓപ്പൺ വിൻഡോ. അപ്പോൾ തുറന്നൊരു ജനൽ എന്നൊരു മീനിങ് ആണ് അല്ലേ. എന്തായിരിക്കും അത് തുറന്നൊരു ജനൽ എന്ന് പറയുന്നത്? എന്തായിരിക്കും നമ്മുടെ നരേറ്റർ ഇതിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്നത്? ലെറ്റ്സ് സീ. Frampton Nuttall has bad nerves. He retires to the country for cure and calls on a family friend. The lady being busy upstairs, her young niece refers to a family mishap with focus on the open window. സോ നമ്മുടെ ഫ്രാംപ്റ്റൺ നറ്റൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ബാഡ് നെർവ്സ് ആണ്. അതായത് അദ്ദേഹത്തിനൊരു പരിഭ്രാന്തി പോലത്തെ ഒരു അസുഖമാണ്. അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു നെർവസ്നെസ് ആണ് അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്ത് ചെയ്തു, അവരുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ കൺട്രിയിൽ നിന്ന് ഈ അസുഖം മാറാനായി വരുന്നു. അവസാനം ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ആ ഫാമിലി ഫ്രണ്ട് അടുത്തേക്ക് വന്നപ്പോൾ ഇവരെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ആ ലേഡി അവരുടെ കാര്യമൊക്കെ ആയിട്ട് അവർ അപ്സ്റ്റേഴ്സിലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ ഇങ്ങനെ സ്വീകരിച്ചതൊക്കെ അവരുടെ യങ് നീസാണ്. നീസ് എന്ന് പറയുമ്പോൾ ചേട്ടനോ ചേച്ചിയുടെ മോള്, അതായത് ലേഡിയുടെ ചേട്ടനോ ചേച്ചിയുടെ മോളായിട്ടുള്ള നീസാണ് ഇയാളെ ആദ്യം കാണുന്നത്. അപ്പോൾ അത് ഒരു ഫാമിലി മിഷാപ്പ് അല്ലെങ്കിൽ ഫാമിലിയിലൊരു അൺലക്കി ആക്സിഡൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. അതും അവിടുത്തെ ഒരു ഓപ്പൺ വിൻഡോ ആയിട്ട് റിലേറ്റഡ് ആണെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു നറേറ്റർ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൈ aunt will be down presently, Mr. Nuttall said a very self-possessed young lady of 15. In the meanwhile, you must try and put up with me. സോ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഓൺട്ടും അതുപോലെ തന്നെ ആണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വരും മിസ്റ്റർ നട്ടിൽ. അപ്പോൾ ആ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു സെൽഫ് പൊസസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അതായത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് കുട്ടി, അധികം ഒന്നും സംസാരിക്കാതെ കാം ആൻഡ് കോൺഫിഡൻറ്റ് ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഏകദേശം 15 വയസ്സോളം പ്രായം തോന്നിക്കുന്ന കുട്ടി. ഇൻ ദ മെയിൻ ടൈം യു മസ്റ്റ് ട്രൈ ആൻഡ് പുട്ട് അപ്പ് വിത്ത് മീ അല്ലേ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഫ്രാംപ്റ്റൺ നറ്റൽ endeavored to say something which should be duly flatter the niece of the moment without unduly discounting the aunt with it was to come. സോ ഫ്രാംപ്റ്റൺ നട്ടേൽ എന്ന് പറയുന്നത് അവർ എൻഡോവേർഡ് എന്ന് വെച്ചാൽ ഹീ ട്രൈഡ് അല്ലെങ്കിൽ ശ്രമിച്ചു. എന്തിനു വേണ്ടി ശ്രമിച്ചു? ഹീ ട്രൈഡ് ഡ്യൂലി എന്ന് വെച്ചാൽ വേണ്ടവണ്ണം ശ്രമിച്ചു. ഫ്ലാറ്റർ എന്ന് വെച്ചാൽ ഇങ്ങനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ നീസിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് വിത്തൗട്ട് മീൻസ് ആൻറ്റീനെ എന്ത് ചെയ്യുക, അൺഡ്യൂലി അതായത് ഇല്ലാതെ ഡിസ്റിഗാർഡിങ് അല്ലെങ്കിൽ ആൻറ്റീനെ പറ്റി മോശമായിട്ട് പറയാതെ തന്നെ നമ്മുടെ ഫ്രാംപ്റ്റൺ നട്ടയിൽ നമ്മുടെ കുട്ടീനെ, അതായത് ആ പെൺകുട്ടീനെ നല്ല രീതിയിൽ പുകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചു. Privately, he doubted more than ever the aunt that was to come. Privately, he doubted more than ever whether these formal visits of a succession of total strangers would do much towards helping the nerve cure which has to be supposed to be undergoing. So, അദ്ദേഹത്തിന് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഫോർമലി വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അറിയാത്ത ആൾക്കാരെ, ടോട്ടലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ ഈ അസുഖത്തെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്കാവും എന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. I know how it will be. His sister had said that he was preparing to migrate to his rural retreat. You will bury yourself down there, not speaking to a living soul, and your nerves will be worse than ever from moping. സോ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എങ്ങനെയാണെന്നറിയാം എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റർ പറയുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ മിസ്റ്റർ നട്ടിലാണെങ്കിൽ അത് ഒരു റൂറൽ റിട്രീറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കാമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ റൂറൽ റിട്രീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എ ക്വയറ്റ് പ്ലേസ് ഇൻ വിച്ച് വൺ ക്യാൻ റെസ്റ്റ് ആൻഡ് റിലാക്സ്. അപ്പോൾ അവരെ ആ സ്ഥലത്ത് നിന്ന് വിട്ടു പോരുകയാണ് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ
ഇങ്ങനെ തന്നെ നിങ്ങൾ മരിക്കേണ്ടി വരും, ഒരു ആളോട് പോലും സംസാരിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അസുഖം കുറച്ചും കൂടെ കുറച്ചും കൂടെ വേഴ്സനായിട്ട്. എവർ ഫ്രം മോപ്പിംഗ്, അതായത് മോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അതായത് വാണ്ടർ അബൌട്ട് ലിസ്റ്റ്ലെസ്ലി ആൻഡ് എയിംലെസ്ലി ബിക്കോസ് ഓഫ് അൺഹാപ്പിനെസ് ഓഫ് ബോർഡം അതിനനുസരിച്ച് നിങ്ങളുടെ അസുഖം കൂടി വരികയുള്ളൂ. I shall just give you letters of introduction to all the people I know there. Some of them, as far as I can remember, were quite nice. So എൻ്റെ കയ്യിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ ലെറ്റേഴ്സ് തരാം. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ അറിയാം. ഇത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കറിയാം അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല നൈസായിട്ടുള്ള ആൾക്കാരാണ്. Frampton wondered whether Mrs. Sappleton, അതായത് നമ്മുടെ the lady to whom which he was presenting one of the letters of introduction, came into a nice division. അപ്പോൾ നമ്മുടെ ഫ്രാംപ്റ്റൺ ആയിട്ടുള്ള ഇങ്ങനെ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുകയാണ്. നമ്മളിപ്പോൾ ഈ പറയുന്ന മിസ്സസ് സാപ്പിൾട്ടനെ കാണാൻ വന്നിരിക്കുകയാണ്, അവരിതിൽ വന്നിട്ടില്ല. അവർക്കാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷൻ ലെറ്റർ കൊടുക്കുന്നത്. അവരുടെ ഒരു നൈസ് ഡിവിഷൻ, അല്ലെങ്കിൽ നല്ല കൂട്ടത്തിലൊരാളാണെന്ന് എന്നൊക്കെ ആലോചിച്ചിട്ട് ആകാംക്ഷഭരിതരായിരിക്കുകയാണ് നമ്മുടെ ഫ്രാംപ്റ്റൺ നാട്ടിൽ. Do you know many of the people around here? asked the niece, when she judged that they had sufficient silent communion. So നിങ്ങൾക്ക് അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഇവിടെ അറിയുമോ നമ്മുടെ നീസ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം സൈലൻ്റ് ആയിട്ട് പോലും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്മ്യൂണിയൻ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. Hardly a soul, said Frampton. My sister was staying here some 4 years ago, and she gave me letters of introduction to some of the people here. സോ ഫ്രാംപ്റ്റൺ പറയുകയാണ്, എനിക്ക് അങ്ങനെ ആരും അറിയില്ല, എൻ്റെ സിസ്റ്റർ ഇവിടെ താമസിച്ചിരുന്ന 4 വർഷം മുന്നേ, അവരാണ് എനിക്ക് ഇൻട്രൊഡക്ഷൻ ലെറ്റേഴ്സൊക്കെ തന്നതെന്ന് പറയാണ്. ഹി മെയ്ഡ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ടോൺ ഓഫ് ഡിസ്റ്റിങ്ക്ട് റിഗ്രറ്റ്. അപ്പോൾ അവർക്ക് എന്തോ ഒരു റിഗ്രറ്റ് പോലെ അല്ലെങ്കിൽ പശ്ചാത്താപം പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. Then you know practically nothing about my aunt, pursued the self-possessed young lady. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആൻറ്റീനെ പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ തുടർന്ന് പറയുകയാണ്, അല്ലെങ്കിൽ പെർസ്യൂ ചെയ്ത് പറയുകയാണ്. Only her name and address, admitted the caller. He was wondering whether Mrs. Sappleton was in the married or widowed state. So അദ്ദേഹം പറയാണ് എനിക്ക് അഡ്രസ്സും പേരും മാത്രമേ അറിയുള്ളൂ. അദ്ദേഹം ഇങ്ങനെ ആലോചിക്കണമെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്, ഇനി മിസ്സസ് സാപ്പിൾട്ടൺ കല്യാണം കഴിഞ്ഞതാവോ അല്ലെങ്കിൽ അവരൊരു വിഡോഡാണോ എന്നൊക്കെ ആലോചിക്കുകയാണ്. An undefinable something about the room seemed to suggest masculine habitation. സോ എന്തോ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അതായത് എന്തോ ഒരു കാര്യം അവിടെ ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു ആണ് താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുരുഷൻ താമസിക്കുന്ന രീതിയിൽ മനസ്സിലായി. അതായത് എ റൂം ബിലോങ് ടു എ മാൻ എന്നുള്ള മീനിങ് ആണ് സീംഡ് ടു സജസ്റ്റ് എ മസ്കുലൈൻ ഹാബിറ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ ഒരു പുരുഷൻ താമസിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇത് അയാൾക്ക് സൂചന കിട്ടി. A great tragedy happened just 3 years ago, said the child. There would be since your sister's time. അതായത് അവർക്കൊരു വലിയൊരു ട്രാജഡി അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് 3 വർഷം മുന്നെയാണ്. അത് ഏകദേശം നിങ്ങളുടെ സിസ്റ്റർ ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന സമയത്തായിരിക്കാം എന്ന് പറയാണ്. അപ്പോൾ ഹെർ ട്രാജഡി ആസ്ക്ഡ് ഫ്രാംപ്റ്റൺ. സംഹൗ ഇൻ ഹിസ് റെസ്റ്റ്ഫുൾ കൺട്രി സ്പോട്ട് ട്രാജഡി സീംഡ് ഔട്ട് ഓഫ് പ്ലേസ്. സോ എന്ത് ട്രാജഡി, എനിക്ക് ഇങ്ങനത്തെ നല്ലൊരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് നമ്മുടെ ഫ്രാംപ്റ്റൺ. You may wonder why we keep that window wide open on an October afternoon, said the niece, indicating a large French window that opened onto the lawn. സോ നിങ്ങൾക്ക് ആലോചിച്ചൂടെ, അതായത് നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ, ഞങ്ങൾ എന്തിനാണ് ഈ ഒക്ടോബർ ആഫ്റ്റർനൂണിൽ ഇങ്ങനെ ഈ പറയുന്ന വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നീസ് പറയുകയാണ്. അങ്ങോട്ട് ഒരു ലാർജ് വിൻഡോ കാണിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ്. It's quite warm from the time of the year, said Frampton. But has the window got anything to do with the tragedy? ശരിയാണ്, ഇപ്പം പുറത്ത് നല്ല ചൂടാണ്, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഈ വിൻഡോ ഇങ്ങനെ പുറത്തിട്ടിരിക്കുന്നതെന്ന രീതിയിൽ ചോദിക്കുകയാണ് നമ്മുടെ ഫ്രാംപ്റ്റനെ. എന്തെങ്കിലും ഈ ഒരു ട്രാജഡിയും അതുപോലെ തന്നെ ഈ ഒരു വിൻഡോ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. Out through that the window 3 years ago to a day, her husband and her 2 younger brothers went off for their day's shooting. They never come back.
സോ ഈ ഒരു വിൻഡോയിലൂടെ ആണ് 3 വർഷം മുന്നേ അവരുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ 2 ബ്രദേഴ്സും ഷൂട്ടിങ്ങിന് വേണ്ടി പോയത്. അവരൊരിക്കലും പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇൻ ദ crossing the moor to the favorite shooting ground, they were all 3 engulfed in a treacherous piece of bog. സോ അവരൊരു ഗ്രാസ് ലാൻഡ്, മൂർ എന്ന് വെച്ചാൽ ഗ്രാസ് ലാൻഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ട്രെച്ചറസ് പീസ് അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബോഗ് ഉണ്ടായിരുന്നു, ചതുപ്പ് നില ഉണ്ടായിരുന്നു. അതിൽ അവർ എൻഗൾഫ്ഡായി അല്ലെങ്കിൽ അവരതിൽ വിഴുങ്ങപ്പെട്ടു. ഇറ്റ് ഹാഡ് ബീൻ ദാറ്റ് ഡ്രെഡ്ഫുൾ വെറ്റ് സമ്മർ, യു നോ, ദി പ്ലേസസ് ദാറ്റ് വർ സേഫ് ഇൻ അതർ ഇയേഴ്സ് ഗേവ് വേ സഡൻലി വിതൗട്ട് വാർണിംഗ്. സോ സമ്മറിൽ വെറ്റാണ് പ്ലേസസ്. ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്? അതായത് ഒരിക്കലും ഈ ഒരു സമയത്ത് അങ്ങനെ വെറ്റാവേണ്ടൊരവസ്ഥ ഇല്ല, കാരണം ഇത് നല്ല സമ്മറായിട്ടുള്ള സമയമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ പറയാണ്. ദെയർ ബോഡീസ് വർ നെവർ റിക്കവേർഡ്. അവർക്കൊരിക്കലും അവരുടെ ബോഡി തിരിച്ചു കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ബോഡി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദാറ്റ് വാസ് എ ഡ്രെഡ്ഫുൾ പാർട്ട് ഓഫ് ഇറ്റ്. അതാണ് അതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു പാർട്ട്. ഹിയർ ദ ചൈൽഡ്സ് വോയിസ് ലോസ്റ്റ് ഇറ്റ് സെൽഫ് പൊസസ്ഡ് നോട്ട് ആൻഡ് ബിക്കം ഫാൽറ്ററിംഗ്ലി ഹ്യൂമൻ. സോ നമ്മുടെ കുട്ടിക്കാണെങ്കിൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ ഇടറി പോകാൻ തുടങ്ങി. ഫാൽറ്ററിംഗ്ലി എന്ന് വെച്ചാൽ ഇങ്ങനെ ഷേക്കി സൗണ്ട് ആവാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ പറയാണ്. പൂവർ ഓൺട്ട് ഓൾവേസ് തിങ്സ് ദാറ്റ് ദേ വിൽ കം ബാക്ക് സം ഡേ, ദേ ആൻഡ് എ ലിറ്റിൽ ബ്രൗൺ സ്പാനിയൽ ദാറ്റ് വാസ് ലോസ്റ്റ് വിത്ത് ദം ആൻഡ് വാക്ക് ഇൻ ദ വിൻഡോ ജസ്റ്റ് ആസ് ദേ യൂസ്ഡ് ടു ഡു. സോ പാവം ആൻറ്റി എപ്പോഴും വിചാരിക്കുന്നത് അവരൊരു ദിവസം വരുമെന്നാണ്. അവരുടെ ലിറ്റിൽ ബ്രൗൺ സ്പാനിയൽ എന്ന് വെച്ചാൽ ലിറ്റിൽ ബ്രൗൺ ഡോഗ് അവരുടെ കൂടെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഒരുമിച്ച് ആ വിൻഡോയിലൂടെ വരുമെന്നാണ് ആൻറ്റി വിചാരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദ വിൻഡോ കെപ്റ്റ് ഓപ്പൺ എവറി ഈവനിങ് ടിൽ ഇറ്റ്സ് ക്വൈറ്റ് ഡസ്ക്. സോ ഇത്രയും സൺസെറ്റ്, ഡസ്ക് എന്ന് വെച്ചാൽ സൺസെറ്റ് ആവുന്നവരെ അതുകൊണ്ടാണ് ഈ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നതെന്ന് പറയാണ്. Poor dear aunt, she has often told me that how they went out, her husband with his white waterproof coat over his arm and Johnny, her younger brother, singing Bertie, why do you bound, as he always did to tease her. സോ എങ്ങനെയാണ് അവരുടെ ഹസ്ബൻഡ് ഇതിന് പോയതെന്നൊക്കെ അവർ പറയുകയാണ്. ഒരു വാട്ടർ പ്രൂഫ് ജാക്കറ്റ് എപ്പോഴും അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റോണി ആവട്ടെ അവരുടെ അനിയൻ എപ്പോഴും ഒരു പാട്ട് പാടിയിട്ട് ബർത്തി വൈ ഡു യു ബോൺ എന്ന പാട്ട് പാടിയിട്ടാണ് നടക്കാറ്. എപ്പോഴും അവരെ കളിയാക്കുന്നത്, നമ്മുടെ മിസ്സസ് ആപ്പിൾട്ടനെ കളിയാക്കിയെന്ന രീതിയിലാണ് അവനെങ്ങനെ ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. Because she said it got on her nerves. Do you know, some time on still quiet evenings like this, I always get a creepy feeling that they will all walk in through that window. അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ എനിക്കിങ്ങനെ ഒരു വിചിത്രമായിട്ട് അല്ലെങ്കിൽ ക്രീപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അവരിനി ഈ വിൻഡോയിലൂടെ തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ എന്തോ ഒരു മിസ്റ്ററിയാണ് നമ്മുടെ നേഴ്സ്, ഒരു മിസ്റ്ററി സ്റ്റോറിയാണ് നമ്മുടെ നേഴ്സ് മിസ്റ്റർ ഫ്രാങ്ക്ടന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി സംഭവിച്ചിട്ടുണ്ടാവുക? ശരിക്കും അവിടെ ഇങ്ങനെ ഒരു ട്രാജഡി നടന്നിട്ടുണ്ടോ? അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ്ഫുള്ളി യു എൻജോയ് ദ ക്ലാസ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്.